നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിവാദത്തിൽ കൊണ്ടും കൊടുത്തും കോൺഗ്രസും തരൂരും പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് തരൂർ പറയുമ്പോൾ താരപ്രചാരക പട്ടിക മാധ്യമങ്ങൾക്ക് ചോർത്തി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസും ശശി തരൂരും നേർക്ക് നേർ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലമ്പൂരിൽ ഞാൻ പറയട്ടെ, എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ. എനിക്കും തോന്നുന്നു നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ വിജയം ഉണ്ടാവണം. പക്ഷേ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് പോയ, എന്നോട് സംസാരിച്ച് പോയ പല പ്രവർത്തകരും എൻ്റെ ഒപ്പം സമ്പർക്കത്തിലായിരുന്നു. പിന്നെ അവരൊക്കെ സാധാരണ പ്രവർത്തകരാണ്, വലിയ നേതാക്കളൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരെല്ലാം പറയണത് നന്നായി ഇറങ്ങി, എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. തരൂരിനെ ഒരു ഘട്ടത്തിൽ പോലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിളിച്ചിരുന്നില്ല എന്ന വാദമാണിത്. എന്നാൽ തരൂരിനെ താരപ്രചാരക പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ മാധ്യമങ്ങൾക്ക് പട്ടിക ചോർത്തി നൽകി. 40 പേരടങ്ങുന്ന താരപ്രചാര പട്ടികയിലാണ് തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തരൂർ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുമ്പോൾ നേതൃത്വവുമായി സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടെന്ന് വ്യക്തമാകുന്നു. എല്ലാ കാലത്തും കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് സംഘടനയ്ക്കുള്ളിലും പുറത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തരൂർ വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ പല കാര്യങ്ങൾ പിന്നെ പബ്ലിക്ലി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പാർട്ടിയിലകത്ത് അവരൊപ്പം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് നല്ലത്. രാജ്യ താൽപര്യത്തിനനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധികൾ നടത്തിയ സന്ദർശനത്തിൽ തരൂരും ഉൾപ്പെട്ടിരുന്നു. ഇതിൽ താൻ രാജ്യത്തിനൊപ്പമാണെന്നും രാഷ്ട്രീയം വേറെയെന്നും തരൂർ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം.